ഓണക്കാലത്ത് ഒരു ദിവസമെങ്കിലും ദർശനം നടത്തേണ്ട, നിർബന്ധമായി ദർശനം നടത്തണം. നമസ്കാരം. കൈപ്പേശ്ശേരി കോയിന്നമ്പുരി. ശരിക്ക് ഓണക്കാലം 10 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം ഒരു ഉപാസനാ സങ്കല്പമാണ്, ഒരു ഉപാസനയാണ് നടക്കുന്നത്. ഭഗവാൻ ശക്തനായി അതിശക്തമായി നിൽക്കുന്ന ഭഗവാനെ പൂജ കഴിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഉപാസന അല്ലെങ്കിൽ ഒരു വ്രതകാലഘട്ടം എന്നൊക്കെ പറയും. സാധാരണഗതിക്ക് പണ്ടത്തെ കാലത്ത് ഈ 10 ദിവസം കുടുംബങ്ങളിൽ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാറില്ല, വെജിറ്റേറിയൻ ആണ് ഉപയോഗിക്കുന്നത്. ആ 10 ദിവസം നൊയമ്പെടുത്ത് ഭഗവാൻ വാമനമൂർത്തിയെ, അല്ലെ മഹാവിഷ്ണു സങ്കല്പത്തുള്ള വാമനമൂർത്തിയെ, മഹാവിഷ്ണു തന്നെ, അദ്ദേഹത്തെ പൂജ കഴിക്കാൻ നമുക്ക് തയ്യാറെടുക്കുന്ന ആ 10 ദിവസം, അതാണ് ഈ അത്തം തൊട്ടുള്ള ദിവസം. ഈ അത്തം ദിവസം തൊട്ട് ഈ പൂവിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ നോൺ വെജിറ്റേറിയൻ സാധാരണ ഉപയോഗിക്കാറില്ല, 10 ദിവസം ഉപയോഗിക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു കൊമേഴ്സ്യൽ അതായത് വിൽപ്പനകളുടെയും കച്ചവടങ്ങളുടെയും കാലഘട്ടമായി ഓണത്തെ മാറ്റി എടുത്തു. ആരോ എപ്പോഴോ എന്തോ അങ്ങനെ സംഭവിച്ചു എന്നതിനൊക്കെ ഒരു പണ്ടത്തെ കാലത്ത് ഈ 10 ദിവസവും പൂവിട്ട് നൊയമ്പെടുത്ത് 10-ാം ദിവസം വാമനമൂർത്തിയെ പൂജ കഴിച്ച് തൃക്കാക്കപ്പര അല്ലെങ്കിൽ വാമനമൂർത്തിയുടെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ സങ്കല്പത്തിൽ പൂജ കഴിച്ച് പൂജ നടത്തപ്പെടുന്നതാണ് ആഗ്രഹം ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം ഒരു കച്ചവട രീതിയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ആചരണങ്ങളിൽ വരുന്ന വ്യത്യാസം ഭയങ്കരമാണ്. അപ്പൊ ഈ 10 ദിവസവും നമ്മൾ ഉപാസനയോടുകൂടി, 10 ദിവസവും ഭഗവത് നാമജപാദികളോടുകൂടി, 10 ദിവസവും നാമസങ്കീർത്തനങ്ങളോടുകൂടി, 10 ദിവസവും ജപത്തിലോടുകൂടി നമ്മുടെ കുടുംബത്തിൽ നിൽക്കുന്ന ദുഷ്കൃതങ്ങളെ സുഹൃതങ്ങളാക്കി മാറ്റി സുഹൃതം നൽകാനും ഐശ്വര്യം നൽകാനും സമൃദ്ധി നൽകാനും വരുന്ന ഭഗവാനെ നമ്മൾ കുടുംബത്തേക്ക് ഒരു ആഗമനം, അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്ന കാലഘട്ടമാണ് ഓണക്കാലം. ഈ സമയത്ത് നമ്മൾ മറന്നു പോകരുത് നമ്മുടെ പരദേവതയും നമ്മുടെ കുലദേവതയും നമ്മുടെ ദേശാധിപതിയെയും നമ്മുടെ അടുത്തുള്ള ക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ഒരു ദിവസമെങ്കിലും ദർശനം നടത്തേണ്ട, നിർബന്ധമായി ദർശനം നടത്തണം. ഒന്നല്ലേ പരദേവതാ ക്ഷേത്രത്തിൽ, അല്ലെ കുലദേവതാ ക്ഷേത്രം. ഇതൊന്നും പറ്റിയില്ല എങ്കിൽ, ഒരുപാട് അകലെയാണെങ്കിൽ ദേശത്തിന്റെ അധിപതിയായി നിന്ന ഭഗവാനെയോ ഭഗവതിയോ നമ്മൾ ദർശനം നടത്തണം. കാരണം ഏത് ഈശ്വരൻ അനുഗ്രഹിക്കണമെങ്കിലും പരദേവതാനുഗ്രഹവും ദേശാധിപതിയുടെ അനുഗ്രഹവും വേണം. ഞാൻ പണ്ടും പറയാറുണ്ട്, ശബരിമലയ്ക്ക് പോകുമ്പോൾ കുടുംബത്തിൽ നിന്ന് തേങ്ങ ഉടച്ചിറങ്ങിയാലും അടുത്തുള്ള അമ്പലത്തിൽ തേങ്ങ ഉടച്ചിട്ടാണ് നമ്മൾ മലയ്ക്ക് പോകാൻ. എന്താണത്? ആ ഭഗവാൻ അനുഗ്രഹം വേണം നമുക്ക് അയ്യപ്പനെ തൊഴണമെങ്കിൽ, അല്ലെങ്കിൽ ആ 7 മല ചവിട്ടണം എന്ന് പറഞ്ഞ പോലെ ഒരു നല്ല കാര്യത്തിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ പരദേവതാ ക്ഷേത്ര ദർശനം. അല്ലെങ്കിൽ നമ്മുടെ കുലങ്ങൾക്കായിട്ട് ഓരോ കുടുംബത്തിൽ വെച്ച് സേവനം, ആ കുലദേവതാ ക്ഷേത്രം ഒരു കുടുംബാചരണമായിട്ട്. അതല്ല എങ്കിൽ നമ്മുടെ ദേശത്തിന്റെ നാടിന്റെ അധിപതിയായി നിൽക്കുന്ന ഭഗവാനാവാം, ഭഗവതിയാവാം, മഹാദേവൻ ആരും ആവട്ടെ, അദ്ദേഹത്തെ തൊഴുക എന്നുള്ളത്. അപ്പൊ ദർശന പ്രാധാന്യമായി നിൽക്കുന്ന ഒരു കാര്യം കൂടെയാണ്. കാരണം ആ ഓണക്കാലം അവരെയും കൂടെ സ്മരിക്കുക എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞ പോലെ അടുത്തുള്ള നമുക്ക് വേണ്ടി പൈസ രസീത് എഴുതിച്ചിട്ടാണെങ്കിലും നമുക്ക് വേണ്ടി പുഷ്പാഞ്ജലികൾ കഴിക്കുന്ന ഈശ്വരനെ, ആ ഈശ്വരനെ പൂജിക്കുന്ന ആചാര്യന്മാർക്ക് ഞാനൊരു വസ്ത്രം കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ കുലദേവതാ ക്ഷേത്രമല്ല, പരദേവതാ ക്ഷേത്രത്തിൽ നമ്മൾ ഒരു വഴിപാട് കഴിക്കുക. അപ്പൊ മഹാദേവനും ഭദ്രകാളിയും ദേവിയും ദുർഗയും ഒക്കെ ആണെങ്കിൽ നല്ല കടുംപായസത്തിന് കൊടുക്കാം, അറുനാഴി പായസത്തിന് കൊടുക്കാം. മഹാവിഷ്ണു ആണെങ്കിൽ പാൽപ്പായസത്തിന് കൊടുക്കാം, തുളസിമാല കൊടുക്കാം. ഏത് ഈശ്വരന്മാരായാലും ത്രിമധുരം കൊടുക്കാം, കദളിപ്പഴ നിവേദിക്കാം. അതുപോലെ തന്നെ അഭിഷേകങ്ങൾ, കരിക്കഭിഷേകം, പാലഭിഷേകം ഇത്യാദി അഭിഷേകങ്ങൾ ചെയ്യാം. എല്ലാ ഈശ്വരന്മാർക്കും പറ്റുന്നതാണ്. അപ്പൊ അവർക്ക് സന്തോഷകരമായി നിൽക്കുന്ന വഴിപാടുകൾ നമുക്ക് അവർക്ക് നടത്തി ആ പുണ്യദിനത്തിൽ അവരുടെ അനുഗ്രഹവും കൂടി വേണം നമുക്ക്. നമ്മുടെ വീട്ടിൽ വേളിയോ വിവാഹമോ ചോറൂണോ ഒക്കെ വരുമ്പോൾ നമ്മൾ അടുത്തുള്ള അന്യമതസ്ഥരെയും നമ്മൾ ക്ഷണിക്കും കുടുംബത്തേക്ക്, അല്ലേ? എന്തിനാ അത്? എല്ലാരും കൂടെ കൂടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ അന്ന് ഭഗവാൻ അനുഗ്രഹിക്കാൻ വരുമ്പം ആരെയാ നമ്മൾ വേണ്ട? നമ്മുടെ നാടിന്റെ ദേവത നമ്മുടെ കൂടെ വേണം. നമ്മൾ പരദേവതയുടെ അനുഗ്രഹം വേണം മറ്റൊരു ഭഗവാൻ അനുഗ്രഹിക്കാൻ വരുമ്പോൾ എന്ന് പറഞ്ഞ അതേ സങ്കല്പത്തിൽ തന്നെ ദേശാധിപതിയെ അല്ലെങ്കിൽ പരദേവതാ ക്ഷേത്രത്തിൽ നിർബന്ധമായി ദർശനം വഴിപാട് കഴിക്കണം. ഇനി പരദേവതാ ക്ഷേത്രം ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ്, അവിടെയും വഴിപാട് കഴിക്കണം, ദേശാധിപതിക്കും കഴിക്കണം. കാരണം ദേശാധിപതിയെ മറക്കാൻ പാടില്ല. നമ്മുടെ ദേശത്തിന്റെ തട്ടകത്തമ്പലം എന്നൊക്കെ പറഞ്ഞ നാടിന്റെ ദേവതയാണ്. അദ്ദേഹത്തെ
തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ചിരിക്കണം ഓണക്കാലത്ത്. 10 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. ഇന്ന ദിവസം എന്നല്ല, അദ്ദേഹത്തെ വഴിപാട് കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ തിരുവോണത്തിന്റെ ഉത്രാടത്തിന്റെ അന്ന് കദളിപ്പഴമൊക്കെ കൊടുത്ത് തിരുവോണത്തിന്റെ അന്നത്തേക്ക് പായസത്തിനോ പാൽപായസത്തിനോ കടുംപായസത്തിനോ അഭിഷേകത്തിനോ ഒക്കെ കൊടുത്ത് ഏൽപ്പിക്കുന്നത് വളരെ കേമാണ്. തിരുവോണത്തിന്റെ അന്ന് തന്നെ ചെയ്യിപ്പിക്കാൻ പറ്റുകയാണ്, അല്ലെ ഉത്രാടത്തിന്റെ അന്നോ ഇങ്ങനെ ചെയ്യിപ്പിക്കാമെങ്കിൽ വളരെ ഗംഭീരമാണ്. അപ്പൊ നമ്മള് ഈ പണ്ട് കാരണവന്മാര് പറഞ്ഞ പോലെ തല മറന്ന് എണ്ണ തേക്കരുത്. തലയിൽ എണ്ണ തേക്കാതെ മേല് തേച്ച അസുഖം ഉണ്ടാവും. അതാണ് പറയണത്. ഇത് പറഞ്ഞ നമ്മുടെ വരദേവതയെ മറന്നോ നമ്മുടെ കുലദേവതയോ നമ്മുടെ ദേശാധിപതിയായി നിൽക്കുന്ന ഈശ്വരന്മാരെ മറന്നുകൊണ്ട് ഒരു സൗഭാഗ്യവും ജീവിതത്തിൽ ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടും അവർക്ക് കൊടുക്കേണ്ടതായി നിൽക്കുന്ന വഴിപാടുകളും പൂജകളും കൃത്യമായ പ്രാർത്ഥനയും നാമജപവും നമസ്കാരവും കൊടുത്തതിന് ശേഷം ഒരു പുണ്യകർമ്മത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഔചിത്യം എന്നുള്ളത് കൊണ്ട് നിർബന്ധമായി എല്ലാ ഭക്തജനങ്ങളും അല്ലെങ്കിൽ എല്ലാ കേൾക്കുന്ന ആൾക്കാരും എല്ലാവരും കൃത്യമായി ചെയ്യേണ്ടതായി നിൽക്കുന്ന ഒരു കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് പൂർണ്ണത ഉണ്ടാവുന്നത്. അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഐശ്വര്യം ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതിലൂടെ കിട്ടുന്ന സൗഭാഗ്യമാണ് നമുക്ക് നിലനിൽക്കുന്നത്. നമ്മുടെ അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഹൃതം, നമ്മുടെ അമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സംരക്ഷണം, അത് എന്ത് തന്നെയാണോ ആ അമ്മയുടെ സങ്കല്പമാണ് നമ്മുടെ പരദേവതയും കുലദേവതയും ദേശാധിപതിയായി നിൽക്കുന്നത്. ആ സംരക്ഷണത്തോടുകൂടി നമുക്ക് നടക്കാം, അല്ലെങ്കിൽ കടക്കാം ആ സൗഭാഗ്യമായ ദിനത്തിലേക്ക്, ആ സൗഭാഗ്യമായി നിൽക്കുന്ന ദിവസത്തിലേക്ക്, ഐശ്വര്യപൂർണമായി നിൽക്കുന്ന ദിനത്തിലേക്ക്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ഇവിടെയും അത് കാരണമാണ്. അതുകൊണ്ട് അത് മറക്കാതിരിക്കുക, അത് മറക്കാതെ ചെയ്തിരിക്കണം. അങ്ങനെ നല്ലൊരു ഓണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭഗവത് അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തേക്ക് വരട്ടെ. നമസ്കാരം. ഗോവിന്ദൻ.